ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ സാമ്പാർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ സാമ്പാർ പോലെയല്ല, ഇതിൽ കഷ്ണങ്ങളൊന്നും ഇടാതെ വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണ്. ഉള്ളി സാമ്പാർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ അടുപ്പത്ത് ഫസ്റ്റ് വെച്ചിട്ടുണ്ട്, വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. പിന്നെ കുറച്ച് ചുവന്നുള്ളി, 2 തക്കാളി, കുറച്ച് വറ്റൽമുളക് അഥവാ ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 2 തണ്ട് വേപ്പിലയും കൂടി നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഈ കാണുന്ന പോലെ ഒന്ന് മുറിച്ചിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ ചുവന്നുള്ളി ഈ കാണുന്ന രീതിയിലാണ് നമ്മളിത് ഈ സാമ്പാറിലേക്ക് മുറിക്കേണ്ടത്. ഇതുപോലെ വലുതാക്കിയിട്ട്, അതായത് ഒരു കഷ്ണം ഒരു 2 ആയിട്ട് മുറിച്ചാൽ മതിയാവും. പിന്നെ പച്ചമുളക് നീളത്തിന് ഇതുപോലെ ഒന്ന് മുറിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം. അപ്പോൾ ഇതിപ്പോൾ അടുപ്പത്ത് ഒന്ന് ചൂടാൻ വെച്ചിരിക്കുകയാണ്. ഒരു കഴുകിയതിൻ്റെ വെള്ളമുണ്ട്, അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ സാമ്പാറിൻ്റെ കൂടെ നമ്മൾ അതിന് മാച്ചായിട്ട് എന്തായാലും ദോശയോ ഇഡ്ഡലിയൊക്കെ ആണല്ലോ കഴിക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി അടുപ്പത്ത്, അത് ഒരു സൈഡിൽ അതിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്, എടുത്ത് വെച്ചു. അപ്പോൾ ഇതിനൊരു 4 ഇഡ്ഡലി വീതമാണ് നമുക്ക് ഒഴിക്കാൻ പറ്റുക. അങ്ങനത്തെ ഒരു ചെറിയ തട്ടാണ് കേട്ടോ. ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ്. ഒരൊറ്റ കഷ്ണം പോലെ നമുക്ക് മറ്റുള്ള സാമ്പാർ ഉപയോഗിക്കുമ്പോഴത്തെ കഷ്ണം കൊണ്ടൊന്നും ആവശ്യം ഇതിൽ വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ലേശം ചരിച്ച് വെച്ചിരിക്കുകയാണ്, കാരണം കടുക് ഇട്ട് പൊട്ടിക്കാൻ പാകത്തിന്, അതിന് സൗകര്യത്തിന് വേണ്ടി ഒന്ന് ചരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുളക് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ലേശം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ചുവന്നുള്ളിയും നമ്മൾ ഇതിലിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് കുറച്ച് നേരം വഴറ്റി കൊടുക്കണം. ഒരു 1-2 മിനിറ്റ് മതിയാവും. അങ്ങനെ നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബാക്കി പണി ചെയ്യും. അപ്പോൾ പുളി പിഴിഞ്ഞിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിക്കാനുള്ള പുളി. അപ്പോൾ ഇതൊരു നല്ലൊരു ചിരട്ട കൊണ്ടുണ്ടാക്കിയൊരു കൈയിലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. നല്ല രസമുള്ളൊരു ചെറിയൊരു കൈയാണ്. അങ്ങനെ തക്കാളി നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി ഇതിലാവശ്യമായ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് വഴറ്റും. പിന്നെ നമ്മൾ കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം വഴറ്റിയിട്ട് നമ്മൾ അടച്ച് വെക്കും, ഒന്ന് പാകമാവാനുണ്ട്. അങ്ങനെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് തുറന്ന് നോക്കി. പിന്നെ അതിലേക്ക് സാമ്പാർ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് സാമ്പാർ പൊടിയും പിന്നെ അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നവരെ നടക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടി ഇതിൽ ആവശ്യത്തിന് ഒഴിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചല്ലോ പരിപ്പ് വേവാൻ വെച്ചത്, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആവശ്യത്തിന് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതിൽ ഒഴിക്കാവുന്നതാണ്. അങ്ങനെ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ സാമ്പാർ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മല്ലിച്ചപ്പും കൂടി ചേർക്കാവുന്നതാണ്, അരിഞ്ഞിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് നമുക്ക് അടച്ചിട്ട് വയ്ക്കാം. പിന്നെ ജസ്റ്റ് വേണമെങ്കിൽ ഒരു മിനിറ്റും കൂടി തിളപ്പിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഓഫാക്കി വയ്ക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉള്ളി സാമ്പാർ, കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സാമ്പാർ. ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇഡലിയും അതുപോലെ തന്നെ സാമ്പാറുമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.